ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ പ്രധാനമന്ത്രി ഇന്ന് അഹമ്മദാബാദ്, പൂനെ, ഹൈദരാബാദ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.65%. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,20,00,000 2020-21 സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിലെ രാജ്യത്തിന്റെ ആകെ തദ്ദേശ ഉൽപാദനം പ്രതീക്ഷിച്ചതിലും മുകളിലെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. കാർഷിക മേഖലയിൽ 3.4% വളർച്ച. ഇന്ത്യയുടെ കാലാവസ്ഥാ വ്യതിയാന വിവര പോർട്ടലിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടക്കം കുറിച്ചു. ജമ്മുകശ്മീരിലെ ഒന്നാംഘട്ട ജില്ലാ വികസന കൌൺസിൽ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. വോട്ടെടുപ്പ് നടക്കുന്നത് കശ്മീർ ഡിവിഷനിലെ 25 മണ്ഡലങ്ങളിലും ജമ്മു ഡിവിഷനിലെ 18 മണ്ഡലങ്ങളിലും. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിൻ നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 3 നഗരങ്ങൾ സന്ദർശിക്കും. വിശദാംശങ്ങളുമായി അഞ്ജന പുതിയമഠം. അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്ക്, ഹൈദരാബാദിലെ ഭാരത് ബയോടെക്, പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലാണ് ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കുകയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ട്വിറ്ററിൽ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ശാസ്ത്രജ്ഞരുമായുള്ള ചർച്ചകളും പ്രതിരോധ മരുന്ന് വികസനത്തിലെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് കൃത്യമായ ധാരണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം അഹമ്മദാബാദിലെത്തുന്ന പ്രധാനമന്ത്രി സൈഡസ് മരുന്ന് നിർമ്മാണ പ്ലാന്റ് സന്ദർശിക്കും. അദ്ദേഹത്തിനായി പ്ലാന്റിന് സമീപം ഹെലിപാഡ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് പൂനെയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാക്സിൻ നിർമ്മാണം വിലയിരുത്തും. വാക്സിൻ വിജയകരമായാൽ ശേഷമുള്ള വിതരണ സംവിധാനത്തെക്കുറിച്ച് ശ്രീ മോദി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദ് ഹക്കിമാപേട്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇറങ്ങുന്ന ശ്രീ നരേന്ദ്രമോദി ഭാരത് ബയോടെക്കിലെ വാക്സിൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി സഹകരിച്ചാണ് BBIL കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 71-ാം അധ്യായമാണിത്. മലയാളത്തിലുള്ള പരിഭാഷയും തുടർന്ന് കേൾക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥാ വ്യതിയാന വിവര പോർട്ടലിന് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടക്കം കുറിച്ചു. കാലാവസ്ഥാ പ്രശ്നങ്ങളെ ദേശീയ, അന്തർദേശീയ തലത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാകുന്നതാകും പോർട്ടലെന്ന് അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള ആധികാരിക വിവര കേന്ദ്രമായി പോർട്ടൽ പ്രവർത്തിക്കുമെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഡിജിറ്റലൈസേഷൻ, സ്റ്റാർട്ടപ്പുകൾ, നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഇന്ത്യയ്ക്കും ജർമ്മനിക്കും വളരെയധികം സാധ്യതകളുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശ്രിംഗ്ല. ഇൻഡോ ജർമ്മൻ ഡയലോഗ് 2020 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലിന്റെ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യാ സന്ദർശനത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നതായി വ്യക്തമാക്കി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെ സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ ആശംസകൾ കൈമാറിയ ശ്രീ ഡോവൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തി. സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ് എന്നിവയുടെ 4ാം NSA തല ത്രിരാഷ്ട്ര യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് ശ്രീ അജിത് ഡോവൽ കൊളംബോയിലെത്തിയത്. 2020-21 സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തെ അപേക്ഷിച്ച് രണ്ടാം പാദത്തിലെ ഇന്ത്യയുടെ മൊത്ത തദ്ദേശ ഉൽപാദനം വർദ്ധിച്ചതായി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് KV സുബ്രഹ്മണ്യൻ. ഉൽപാദനം 6% വർദ്ധിച്ചപ്പോൾ ഉപയോഗം 4.4% വർദ്ധിച്ചു. കൂടാതെ രണ്ടാം പാദത്തിലെ കാർഷിക വളർച്ച 3.4% ശ്രീ KV സുബ്രഹ്മണ്യൻ പറഞ്ഞു. നമ്മൾ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കാൻ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു ആഹ്വാനം ചെയ്തു. ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കേരളത്തിലെ കാലടിയിൽ ആദിശങ്കര ഡിജിറ്റൽ അക്കാദമിക്ക് തുടക്കം കുറിച്ച് വെർച്വൽ സംവിധാനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മു കശ്മീരിലെ ഒന്നാംഘട്ട ജില്ലാ വികസന കൌൺസിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങി. രാവിലെ 7 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. കാശ്മീർ ഡിവിഷനിലെ 25 മണ്ഡലങ്ങളിലും ജമ്മു ഡിവിഷനിലെ 18 മണ്ഡലങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്.
ജമ്മുകശ്മീരിലെ ആദ്യ ജില്ലാ വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പാണിത്. 43 മണ്ഡലങ്ങളിലായി 296 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 93.65%. ഒരു ദിവസത്തിനിടെ 43,082 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 93 ലക്ഷം പിന്നിട്ടു. 492 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1,35,715 ആയി. മഹാരാഷ്ട്രയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഡിസംബർ 31 വരെ നീട്ടിയതായി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ശൈത്യകാലത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ചേക്കുമെന്ന ആശങ്ക കണക്കിലെടുത്താണ് നടപടി. കോവിഡ് പ്രതിരോധ മരുന്നായ സ്പുട്നിക് 5 സംയുക്തമായി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ മരുന്ന് കമ്പനിയായ ഹെറ്ററോയും റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും തമ്മിൽ ധാരണ. പ്രതിവർഷം 100 ദശലക്ഷം ഡോസുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനം. ഹിമാചൽ പ്രദേശിൽ കോവിഡ്-19 സാഹചര്യത്തെ തുടർന്ന് നിർത്തിവച്ച ക്ലാസുകൾ പുനരാരംഭിക്കാനൊരുങ്ങി മെഡിക്കൽ കോളേജുകൾ. ഡിസംബർ 1 മുതലാണ് ക്ലാസുകൾ പുനഃസംഘടിപ്പിക്കുക. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,19,00,000 കവിഞ്ഞു. 14,48,000-ലേറെ പേരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. കേരളത്തിൽ ഇന്നലെ 4,544 പേർ കോവിഡ് മുക്തി നേടി. 3,966 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,108 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 10.14% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 23 കോവിഡ് മരണങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് 9 ദിവസം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന നിബന്ധനകൾ കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർ നടപടികൾ ആരംഭിച്ചു. നിവാർ ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിച്ചതായി തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി. ചുഴലിക്കാറ്റിൽ സംസ്ഥാനം നേരിട്ട നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര താരം കങ്കണ റണവത്തിന്റെ ബംഗ്ലാവ് തകർത്ത കേസിൽ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമസംഘവുമായി ചർച്ച നടത്തുമെന്ന് മുംബൈ മേയർ കിഷോരി പട്നേക്കർ. കേസിൽ കങ്കണയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് മേയറുടെ പ്രതികരണം. വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉടമകൾക്ക് നോമിനിയെ നിർദ്ദേശിക്കാൻ അവസരമൊരുങ്ങുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഒരാളെ നാമനിർദ്ദേശം ചെയ്യുന്നതിന് 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് ഗതാഗത മന്ത്രാലയം പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിച്ചു. ISLൽ കൊൽക്കത്ത ഡെർബിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ATK മോഹൻ ബഗാന് മികവുറ്റ വിജയം. ഇന്ന് വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FCയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30-നാണ് മത്സരം. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 66 റൺസിന്റെ പരാജയം. ഓസ്ട്രേലിയ ഉയർത്തിയ 375 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 308 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വാക്സിൻ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ പ്രധാനമന്ത്രി ഇന്ന് അഹമ്മദാബാദ്, പൂനെ, ഹൈദരാബാദ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.65%. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,20,00,000-ത്തോടടുക്കുന്നു. 2020-21 സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിലെ രാജ്യത്തിന്റെ ആകെ തദ്ദേശ ഉൽപാദനം പ്രതീക്ഷിച്ചതിലും മുകളിലെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. കാർഷിക മേഖലയിൽ 3.4% വളർച്ച. ഇന്ത്യയുടെ കാലാവസ്ഥാ വ്യതിയാന വിവര പോർട്ടലിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടക്കം കുറിച്ചു. ജമ്മുകാശ്മീരിലെ ഒന്നാംഘട്ട ജില്ലാ വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. വോട്ടെടുപ്പ് നടക്കുന്നത് കാശ്മീർ ഡിവിഷനിലെ 25 മണ്ഡലങ്ങളിലും ജമ്മു ഡിവിഷനിലെ 18 മണ്ഡലങ്ങളിലും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.